കൊച്ചി മണ്ഡലത്തിലെ അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുവരാം. പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഹായ് പി, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? വിദേശ വാർത്തകളിൽ നിന്ന് മണ്ഡലത്തിലേക്ക് പോയപ്പോൾ എന്തൊക്കെയാ കാര്യങ്ങൾ? ഞാനിപ്പോ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്. കൊച്ചിയിലെ ചെറിയ കണ്ടെയ്നറുകളും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീരദേശ മേഖലയാണ്. ഫോർട്ട് കൊച്ചിയിലെ പ്രധാനമായിട്ട് കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽപ്പെടുന്ന പ്രദേശമാണ്. അല്പം മുമ്പാണ് നമ്മൾ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിനോട് സംസാരിച്ചത്. എന്തായാലും എറണാകുളം കാലാകാലങ്ങളായിട്ട് UDFന്റെ കോട്ടയായി അറിയപ്പെടുന്ന സ്ഥലമാണ് എറണാകുളം ജില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റിലും 41 സീറ്റിൽ UDFും വിജയിച്ചപ്പോൾ UDFിന് ലഭിച്ച 41 സീറ്റിൽ 9 സീറ്റുകൾ ലഭിച്ചത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെക്കുന്ന VD സതീശൻ ഉൾപ്പെടെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ അണിനിരത്തിക്കൊണ്ടാണ് UDF ഇവിടെ രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നാളെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുകയാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം ഇവിടെ ചുറ്റും നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും കാർ റാലികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ ഉച്ചയാകുമ്പോഴേക്കും കൊട്ടിക്കലാശമാവും. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മുഹമ്മദ് ഷിയാസുമായി അല്പം നേരത്തെ നമ്മൾ ലൈവായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് 14 സീറ്റും UDF പിടിക്കുമെന്നാണ്. അതേസമയം LDFും അതേ പ്രതീക്ഷയിൽ തന്നെയാണ്. അവരുടെ കളമശ്ശേരിയിലെ വ്യവസായ മന്ത്രി P രാജീവ് അടക്കമുള്ള പ്രമുഖരെ അണിനിരത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ LDFന് 5 സീറ്റുകളാണ് ലഭിച്ചത്, 9 UDFനായിരുന്നു. എന്തായാലും ഇത്തവണ രാഷ്ട്രീയമായിട്ട് എറണാകുളത്ത് UDF മുൻതൂക്കമുള്ളൊരു ജില്ലയാണ്. മലപ്പുറവും എറണാകുളവും ഒക്കെ. കഴിഞ്ഞ തവണ UDF വിചാരിച്ച പോലെ തെക്കൻ ജില്ലകൾ മധ്യ തിരുവിതാംകൂറൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ എറണാകുളമാണ് കുറച്ചുകൂടി കൂടെ നിന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിലും എറണാകുളം ജില്ലയിൽ മുന്നേറാൻ കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഈ തീരദേശത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇരു മുന്നണികൾക്കും എതിരെയായിട്ട് ആക്ഷേപങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വേണ്ടത്ര വികസനം വന്നിട്ടില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന ബീച്ച് തന്നെ വളരെ മലീമസമായിട്ടാണ് കിടക്കുന്നത്. അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളടക്കം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു വർഷത്തിൽ ഇവിടെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇതിനെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ട്. വലിയ വികസനത്തെക്കുറിച്ച് ഇരു മുന്നണികളും സംസാരിക്കുമ്പോഴും മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും ഈ ബീച്ചോ അല്ലെങ്കിൽ ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളോ വികസിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ അവഗണനയുണ്ടായിട്ടുണ്ടെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. SKN ഇവിടെ അടുത്ത് നമ്മുടെ ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ പ്രതികരണങ്ങൾ കൂടി നോക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ആലപ്പുഴ. ആലപ്പുഴയിൽ ആരൊക്കെ സ്ഥാനാർത്ഥികൾ? ആരാണ് ജയിക്കാൻ സാധ്യത ആലപ്പുഴയിൽ? 3 പേർക്കും പോസിബിലിറ്റി ഉണ്ട്. 3 പേർക്ക് പോസിബിലിറ്റി ഉണ്ട്. അത് നല്ലൊരു ഉത്തരമാണ്. കാരണം ആരുടെ പേര് പറയണ്ടല്ലോ, എല്ലാവർക്കും സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിന് വന്നതാണോ? ടൂറായിട്ട് വന്നതാണ്. കേരളത്തിൽ ആര് ഭരിക്കും? അതിന് ആരാണെങ്കിലും എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. മാറ്റം വേണോ? ചേഞ്ച് വേണം. അപ്പൊ പിന്നെ പുതിയ മുന്നണി വരണ്ടേ? ചേഞ്ച് വരണം. ഇപ്പൊ ഭരിക്കുന്ന മുന്നണിയാണെങ്കിലും ആരാണെങ്കിലും വരുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച്. അതുപോലെ തന്നെ നമ്മുടെ യൂത്തിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ യുവാക്കൾക്കും യുവജനങ്ങൾക്കുള്ള പ്രോജക്റ്റുകൾ രണ്ട് മുന്നണികളുടെയും മാനിഫെസ്റ്റോയിലുണ്ടോ? ഉണ്ട്. ഹാപ്പി വിത്ത് ദാറ്റ്. എവിടെന്നാണ് വരുന്നത്? പട്ടിമറ്റം, എറണാകുളം ജില്ലയിൽ. അപ്പൊ കുന്നത്തുനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ CPMന്റെ ശ്രീനജനാണ് ജയിച്ചത്. ഇത്തവണ ആര് ജയിക്കും? നമ്മുടെ VP സജീന്ദ്രൻ ജയിക്കും. UDF. താങ്കൾ UDFകാരനാണോ? UDFകാരനാണ്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ആര് അധികാരത്തിൽ വരുമെന്നാ പറയുന്നത്? UDF വരും. എത്ര സീറ്റ് കിട്ടും? സീറ്റ് ചോദിച്ചാ അത് 70% സീറ്റ് UDFന് കിട്ടുമെന്നാ പറയുന്നത്. ഓക്കെ, താങ്ക് യു. SKN പല അഭിപ്രായങ്ങളാണ്. മുന്നണികൾ മാറി മറിഞ്ഞും വരാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ UDF വരുമെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പേരിവിടെ ഉണ്ട്. ഇലക്ഷൻ്റെ തിരക്കിനിടയിലും പ്രചാരണത്തിനിടയിലും വൈകുന്നേരം കാറ്റ് കൊള്ളാനായിട്ട് ഇവിടെ വന്ന ആൾക്കാരുണ്ട്. രാഷ്ട്രീയമായിട്ട് വലിയ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഡച്ചുകാരും ഫ്രഞ്ചുകാരൊക്കെ ഭരിച്ച അവസാനം ഇന്ത്യയുടെ കയ്യിലെത്തിയ പ്രദേശമാണ്. എന്തായാലും ഫോർട്ട് കൊച്ചി വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ KJ മാക്സിയാണ് ഇവിടുത്തെ MLA. 14,000 വോട്ടിനാണ് CPMന്റെ KJ മാക്സി കോൺഗ്രസിന്റെ പഴയ മണ്ഡലമായിരുന്ന കൊച്ചി
തവണകളായി കൈവശം വെച്ചിരിക്കുന്നത്. അത് അട്ടിമറിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ DCC പ്രസിഡന്റ് കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ്. എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.